അഭയം നഷ്ടപ്പെട്ടവരെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് സ്നേഹസാഗരം ഫൗണ്ടേഷൻ. പ്രശസ്ത മതപണ്ഡിതനും പ്രഭാഷകനുമായ ചിറയിൻകീഴ് AM നൌഷാദ് ബാഖവിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ് നയനാംകോണത്തെ സ്നേഹസാഗരം. നിലവിൽ 60 അന്തേവാസികളാണ് ഇവിടെ കഴിയുന്നത്. ഇവർക്ക് താങ്ങായി 15 ജീവനക്കാരും ഇവിടെയുണ്ട്. ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ സഹായത്തോടെ വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ് ഈ സാന്ത്വന കേന്ദ്രം. തൽക്കാലം കുറച്ചുപേരവിടെ നിൽക്കട്ടെ എന്ന് കരുതി കുറച്ച് മാനസിക പ്രശ്നമുള്ളവരെ അവിടെ വളവ് വെച്ച അന്ന് സ്ഥലത്താക്കിയിട്ടുണ്ട്. ബാക്കി ഇവിടെ 60ഓളം ആളുകളുണ്ട്, 30 സ്ത്രീകളും 30 പുരുഷന്മാരും. അതിൽ കൂടുതൽ സൗകര്യമുണ്ട്. പക്ഷേ നോക്കുന്നു 15ഓളം സ്റ്റാഫുകളുണ്ട്. ഭീകരമായ ചിലവ് മാസം ഇതിന് വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ പരസ്യമായിട്ട് ഇതിനു വേണ്ടി പിരിവിനിറങ്ങുകയോ റിസീവർമാരെ വെക്കുകയോ ഒന്നും ചെയ്യാതെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടേതായ കുറച്ച് കോൺടാക്ട് ഉണ്ടാവും, ബന്ധങ്ങൾ. അവർ വിളിച്ച് ചിലപ്പോൾ 25,000 വാങ്ങി നമ്മളങ്ങനെ ഇതിനെ പരിഹരിച്ചു കൊണ്ടുപോകലാണ്. അതുകൂടാതെ തന്നെ ഇനി ഇതിന് കുറച്ച് പദ്ധതികൾ കൂടുതൽ നമ്മൾ ഇങ്ങനെ ഗവൺമെന്റ് ആയിട്ട് ഇതിന് ലൈസൻസ് എന്ന സമയത്ത് ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിൽ നിന്ന് പരിശോധിക്കാൻ വന്ന ആള് ഇവിടുത്തെ സംവിധാനം കണ്ടിട്ട് കുറച്ചുകൂടി നമുക്ക് വിപുലമായ രീതിയിൽ ഈ അംഗവൈകല്യം ബാധിച്ച കുട്ടികളെയോ മാനസിക രോഗികളെയൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ സൗകര്യം ഒരുക്കാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവര് രണ്ടുപേരും ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് വൈകുന്നേരം. അപ്പൊ അവരോട് ആലോചിച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ വിപുലമാക്കി ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ പരിസരത്തൊക്കെ എല്ലാവരും നല്ല സഹകരണമാണ്, ജാതി മതഭേദമന്യേ. ഇതിന്റെ മുകളിൽ ശബരിമല സീസണില് ഭജനപ്പാട്ട് നടക്കുമ്പോൾ അവർ ഇവിടെ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ വോളിയം കുറച്ച് വെക്കാം എന്ന് വരെ പറയുന്ന തരത്തിലേക്ക് അത്രയും സ്നേഹം സൗഹൃദം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഗേറ്റ് ഇതിലേക്ക് ആർക്കും കടന്നു വരാം, എല്ലാ മതത്തിൽപ്പെട്ടവർക്കും വരാം. ഇവിടെ അങ്ങനെ ചോദ്യം ചെയ്യൽ അങ്ങനെയൊന്നുമില്ല. ഇവിടെ കൃത്യമായും സ്നേഹം മാത്രം പറയലാണ്. സ്നേഹസാഗരം ഫൗണ്ടേഷൻ മീലാദ് കമ്മിറ്റി വർഷം തോറും നടത്തിവരാറുള്ള മുഹമ്മദ് നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട മദ്ഹൂർ റസൂൽ വാർഷിക മജ്ലിസ് സെപ്റ്റംബർ 12-ന് നാദാപുരത്ത് നടക്കും. ഇതിന്റെ പ്രചരണാർത്ഥമുള്ള റൂഹി ഫിദ ക്യാമ്പയിന് നയനാംകോണം സ്നേഹസാഗരം ഫൗണ്ടേഷനിൽ തുടക്കമായി. HP News 24/7.